കാസർഗോട്ടേക്കാണ് പോകുന്നത്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെട്ട് 16 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പയ്യന്നൂർ കോറോത്ത് സ്വദേശി ഗിരീഷാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10 ഷഫീഖ് നസ്രുള്ളയുടെ വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? കാസർഗോഡാണ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട 16-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം പുറത്തു വരുന്നത്. 2 വർഷത്തോളം നിരന്തരമായി പീഡിപ്പിച്ചു എന്ന വിവരമാണ് ഇന്നലെ പുറത്തു വന്നത്. അതിനെ തുടർന്ന് 15 പേർക്കെതിരെ 16 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് 9 പേരെയാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെട്ട് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 9 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പയ്യന്നൂർ പോലീസാണ് പയ്യന്നൂർ സ്വദേശിയായ ഗിരീഷിനെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ സംഭവത്തിൽ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 10 16-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് പരാതി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് അവർ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിരുന്നു. മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പോലീസിൽ ആദ്യമായി പരാതി വരുന്നത്. ആ പരാതിക്ക് പിന്നാലെ ചൈൽഡ് ലൈൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നത്. 2 വർഷത്തോളം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ്. അതിൽ ബേക്കൽ AEO ആയ സൈനുദ്ദീൻ ഇന്നലെ അറസ്റ്റിലായിരുന്നു. സൈനുദ്ദീനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സൈനുദ്ദീൻ ഉൾപ്പെടെയുള്ള ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേഖലകളിലുള്ള പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരാണ് പരാതി വന്നത്. അതിൽ 10 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 6 പേരെയാണ് പിടികൂടാനുള്ളത്. ശരി, ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്.